ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നില്ലേ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റുണ്ട് കേട്ടോ ഞാൻ. നല്ല പെരുമഴയാണ് പുറത്ത്. ആ ഒരു മഴേൻ്റെ ശബ്ദം കേട്ട് തന്നെയാണ് കേട്ടോ എഴുന്നേറ്റത്. അങ്ങനെ നിതിമോൾ എല്ലാവരും ഉറങ്ങുകയാണ്. അപ്പോൾ ആൾ ഇപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ വേഗം എഴുന്നേറ്റ് എൻ്റെ പണികളിലേക്ക് കിടക്കുകയാണ്. ഇന്നിപ്പോൾ വല്ലാത്തൊരു ടെൻഷനാണ്. കാരണം ഗ്യാസ് ഇന്നലെ വൈകുന്നേരം തീർന്ന്. ഇന്നിപ്പോൾ എന്താക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇന്ന് കിച്ചണിലേക്ക് വന്നത്. എന്താണ് ചെയ്യുക, രാവിലത്തെ കാര്യങ്ങളല്ലേ. രാവിലെ ആണെങ്കിൽ ശ്രീക്കുട്ടിക്ക് 7 മണിയാകുമ്പോഴത്തേക്ക് ട്യൂഷൻ സെൻറ്ററിൽ എത്തും വേണം. അപ്പം തന്നെ പോകുമ്പോൾ ഫുഡും കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ആകെ ഒരു ഇൻഡക്ഷൻ കുക്കറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എല്ലാം കൂടി അൽക്കുലത്ത് പണികളായിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ ചായക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പുറത്തൊന്ന് പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ വാതിലൊക്കെ തുറന്ന് നോക്കുമ്പോൾ നല്ല ഇരുടാണ്. നേരം വെളുത്തൊക്കെ വരുന്നേ ഉള്ളൂ. പെരും മഴയാണ്, നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെയുള്ള നല്ല വെളിച്ചുള്ള ലൈറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടെടുത്ത് കുറച്ച് സമയം ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ തണുപ്പുണ്ട് നല്ല. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ചായ എടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ പുറത്ത് പോയിട്ട് ഇരുന്ന് കുടിക്കാൻ ഒരു പേടി, ആരും എഴുന്നേറ്റിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാനിതാ അവിടെ നിന്ന് സെറ്റിയിലിരുന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചായ കുടി കഴിഞ്ഞാൽ പിന്നെ നേരെ അടുക്കളയിലേക്ക് പോയി കേട്ടോ. അടുക്കളയിൽ പോയപ്പോൾ അവിടെയൊന്നും ഇപ്പോൾ തുറന്നൊക്കെ നോക്കി. നമുക്ക് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡോറൊന്നും ഇല്ലല്ലോ. അപ്പോൾ നേരെ അടുക്കളേൻ്റെ അവിടെയാണ് കേട്ടോ ഡോറ് വരുന്നത്. അങ്ങനെ അവിടെ പോയി നോക്കി. അവിടെയും നല്ല ഇരുട്ട്, തുറന്നു നോക്കുമ്പോൾ തന്നെ നല്ല ഇരുടാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വേഗം വെച്ചിട്ടോ. കാരണം നിന്ന് സമയം പോകും, നമ്മളറിയില്ല. അപ്പോൾ അതുകൊണ്ട് ചോറിൻ്റെ വെള്ളം വേഗം വെച്ച് കഴിഞ്ഞാൽ ഇതായിട്ട് വേണം അടുത്തത് വെച്ച് കൊടുക്കണമെങ്കിൽ. ഗ്യാസാകുമ്പോൾ നമുക്ക് ആ പ്രശ്നമില്ലല്ലോ. 2-3 അടുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ വെച്ച് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ പരിപ്പും കൂടി ഒന്ന് കഴുകി ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പരിപ്പ് കുത്തി താളിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. ഈ ഒരു കുക്കർ പിന്നെ ഇൻഡക്ഷൻ കുക്കറിലും വെക്കാം കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ കഴുകിയിട്ട് പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പൊട്ടറ്റയും കൂടി നന്നാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ തക്കാളിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അങ്ങനത്തെ പൊട്ടറ്റോ ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ അതിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് ഉപ്പേരി വെക്കുന്നത് ക്യാബേജാണ് കേട്ടോ. അപ്പോൾ ഞാനത് അതിൻ്റെ ഇടയ്ക്ക് വെള്ളമായപ്പോൾ ഞാൻ അരിയിട്ട് കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ എപ്പോഴും റേഷൻ കടയിൽ അരിയാണ് കേട്ടോ എടുക്കാറ്. രാവിലെ അതാകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ സുഖം. അതാകുമ്പോൾ വേഗം ആവുകയും ചെയ്യല്ലോ. അപ്പോൾ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ പിന്നെ കുറച്ച് സമയം നമ്മൾ പിന്നെ നോക്കണ്ട. പിന്നെ ആയിട്ടുണ്ടോ നോക്കി ഒരു 1/4 മണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ചില സമയത്ത് ഞാൻ കുക്കറിൽ തന്നെയാണ് കേട്ടോ വെക്കാറ്. ചോറ് അധികവും ഇങ്ങനെയൊക്കെയാണ് വെക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ഉപ്പേരിക്കുള്ളതും കൂടി ഞാൻ ചോപ്പർ റൂട്ടിനെ കൊണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു ചോപ്പർ റൂട്ട് ഉള്ളതുകൊണ്ട് പിന്നെ രാവിലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്തു തരേ. അങ്ങനെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അപ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്ക് നിധി എഴുന്നേറ്റുണ്ട്. അമ്മയെന്ന് വിളിച്ച് എഴുന്നേറ്റ് കരഞ്ഞ്. അപ്പോൾ പിന്നെ ഞാനെടുത്ത് കുറച്ച് സമയം ഇങ്ങനെ നടന്നിട്ടോ. കുറച്ച് സമയം അങ്ങനെ നടന്നതിൻ്റെ ഷാൾ വീണ്ടും ഉറങ്ങി. അപ്പോൾ അങ്ങനെ ആളെ വീണ്ടും കൊണ്ടേക്ക് കടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ സോയ വറുത്തതും ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ശ്രീക്കുട്ടി പോകാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടതിന് ശേഷം പിന്നെ അവളെ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ നിധീനെ പോയി നോക്കും. നിധി നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ വിളിച്ച് എന്നാൽ വേഗം അലക്കാനുള്ള മിഷനിൽ ഇടട്ടെ എന്ന്. നമ്മളവിടെ വാഷിംഗ് മെഷീൻ പുറത്താണ് കേട്ടോ. അപ്പോഴേക്കും നേരമൊക്കെ നന്നായി വെളുത്തിട്ടുണ്ട്. ഏട്ടനും പോയിട്ടുണ്ട് ചായ കുടിച്ചിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് പിന്നെ ഏട്ടൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടോ, നൂൽപുട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതും ആണ് കഴിച്ചത്. അപ്പോൾ ഞാനത് അലക്കാൻ മിഷനിലിട്ടിട്ടുണ്ട്. അപ്പോൾ നിധി ഇത് അവിടെ നിന്ന് ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല മഴയാണ്. വീണ്ടും രാവിലെ നല്ല മഴയാണ് പെയ്തത്. അപ്പോഴും ഞാൻ നിധി മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ പിന്നെ കുറച്ച് സമയം ഇങ്ങനെ പുറത്തൊക്കെ പോയി നിന്നിട്ടോ. മഴയൊക്കെ നിധി ഇങ്ങനത്തെ ഈ ഒരു മഴയൊക്കെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ആളിഞ്ഞൊന്നും മഴയൊക്കെ ഒന്ന് കൊള്ളിക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. തലയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഞാനും നിധിയും കൂടെ സിറ്റ് ഔട്ടിൽ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒന്ന് ലൈക്കും ചെയ്തേക്കട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.